അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മനസ്സിനും ആത്മാവിനും ശാന്തതയേകുന്ന തുമൈനീന 30 ഡേയ്സ് മെന്റൽ പീസ് ചാലഞ്ചിന്റെ 19ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ സങ്കടങ്ങളെ പുറന്തള്ളാൻ സൃഷ്ടാവ് തന്ന ഏറ്റവും വലിയ ഒരു ഔഷധത്തെക്കുറിച്ചാണ്. അതാണ് കണ്ണീർ അഥവാ കരച്ചിൽ. നമ്മളിൽ പലരും വിചാരിക്കുന്നത് കരയുന്നത് ബലഹീനതയുടെ ലക്ഷണമാണ് എന്നാണ്. ആണുങ്ങൾ കരയാൻ പാടില്ല, ധൈര്യമുള്ളവർ വിഷമം ഉള്ളിലൊതുക്കണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകാം. എന്നാൽ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി വെക്കുന്നത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ രോഗിയാക്കും. ഒരു ട്രെയിനർ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, കരയുന്നത് നിങ്ങളുടെ ബലഹീനതയല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നതിൻ്റെ ലക്ഷണമാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ ഒഴുക്കുന്ന കണ്ണീരിൻ്റെ മനഃശാസ്ത്രവും അതിൻ്റെ ആത്മീയ ഗുണങ്ങളും എന്തൊക്കെയാണെന്ന് 5 ലളിതമായ വഴികളിലൂടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതിനു മുന്നോടിയായി കരച്ചിലിൻ്റെ സൈക്കോളജിയും ഇസ്ലാമും. മനഃശാസ്ത്രപരമായി നോക്കുമ്പോൾ സങ്കടങ്ങൾ വരുമ്പോൾ കരയുന്നത് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകളെ പുറന്തള്ളാൻ സഹായിക്കും. കരഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറിൽ എൻഡോഫിൻ, ഓക്സിറ്റോസിൻ എന്നീ കെമിക്കലുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതാണ് കരച്ചിലിന് ശേഷം നമുക്ക് വല്ലാത്തൊരു ആശ്വാസവും റിലാക്സേഷനും നൽകുന്നത്. ഇസ്ലാം കരച്ചിലിനെ വല്ലാതെ ബഹുമാനിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് സൃഷ്ടാവിൻ്റെ മുന്നിലുള്ള കരച്ചിലിനെ. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 തരം കണ്ണുകളെ നരക തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നുള്ളത്, അതല്ലെങ്കിൽ നരക അഗ്നി സ്പർശിക്കുകയില്ല എന്നുള്ളത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം കൊണ്ട് കരഞ്ഞ കണ്ണും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കാവലിരുന്ന് നേരം വെളുപ്പിച്ച കണ്ണും. വിശുദ്ധ ഖുർആൻ നല്ലവരായ വിശ്വാസികളുടെ സ്വഭാവമായി പറയുന്നുണ്ട്. അവർ കരഞ്ഞുകൊണ്ട് മുഖം കുത്തി വീഴുന്നു, അതവർക്ക് വിനയം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അടുത്തതായി പറയാൻ പോകുന്നത് ഹൃദയം തുറന്ന് കരയുന്നതിൻ്റെ 5 ഗുണങ്ങൾ. അതിലൊന്നാമത്തേത് വൈകാരിക ഭാരം കുറയുന്നു, ഇമോഷണൽ റിലീസ് എന്ന് പറയും. സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കാതിരിക്കുക. വിഷമങ്ങൾ ഉള്ളിൽ അടക്കി പിടിച്ചു വെക്കുമ്പോൾ അത് മനസ്സിന് ഭാരമായി മാറും. അള്ളാഹുവിൻ്റെ മുന്നിൽ തരിച്ചിരുന്ന് സങ്കടങ്ങൾ ഓർത്ത് കരയുമ്പോൾ ഉള്ളിൽ ആ വലിയ ഭാരം ഇറക്കി വെച്ച ഫലം ചെയ്യും. രണ്ടാമത്തേത് കണ്ണീരിലൂടെയുള്ള പ്രാർത്ഥന. വാക്കുകൾ കിട്ടാത്തപ്പോൾ കണ്ണീരിലൂടെ ചോദിക്കുക. ചിലപ്പോൾ സങ്കടം കാരണം പ്രാർത്ഥിക്കാൻ വാക്കുകൾ കിട്ടാറില്ല. എന്നാൽ സൃഷ്ടാവിന് നിങ്ങളുടെ കണ്ണീരിൻ്റെ അർത്ഥം അറിയാം. യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ മകൻ്റെ വേർപാടിൽ കണ്ണു ചുവന്ന് കരഞ്ഞപ്പോൾ ഖുർആൻ അത് ഓർമ്മിപ്പിച്ച്, നിങ്ങളുടെ കണ്ണീരിൻ അള്ളാഹുവിലേക്ക് നേരിട്ടുള്ള പ്രാർത്ഥനയാണ് എന്നുള്ളത്. ഇനി മൂന്നാമത്തേത് തഹജ്ജുദിൻ്റെ സമയത്തുള്ള കരച്ചിൽ, അതായത് രാത്രിയുടെ അവസാന യാമങ്ങളിൽ കരയുക. എല്ലാവരും ഉറങ്ങുന്ന രാത്രിയുടെ അവസാന പകുതിയിൽ അള്ളാഹു 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്ന് ചോദിക്കും, ആരുണ്ട് എന്നോട് ചോദിക്കുന്നവർ, ഞാൻ നൽകാം. ആ സമയത്ത് മുസല്ലയിലിരുന്ന് കണ്ണീരൊഴുക്കി ചോദിക്കുന്നവർക്ക് ലഭിക്കുന്ന സമാധാനം ലോകത്ത് മറ്റൊന്നിനും നൽകാൻ കഴിയില്ല. ഇനി 4-ാമത്തേത് ഹൃദയത്തിൻ്റെ കട്ടി കുറയുന്നു, സോഫ്റ്റനിങ് ദ ഹാർട്ട്. കരച്ചിൽ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു. അസൂയ, ദേഷ്യം, അഹങ്കാരം എന്നിവ കൊണ്ട് ഹൃദയം കടുത്തു പോകുമ്പോൾ അതിനെ അലിയിക്കാൻ കണ്ണീരിന് കഴിയും. തെറ്റുകളെ ഓർത്ത് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് കരയുമ്പോൾ ഹൃദയം ഒരു കൊച്ചുകുട്ടിയുടേതുപോലെ നിർമ്മലമാകും. 5-ാമത്തേത് പ്രതിരോധശേഷി കൂട്ടുന്നു, ഫിസിക്കൽ ബെനിഫിറ്റ്സ്. കരച്ചിൽ അടക്കിപ്പിടിക്കുന്നവർക്ക് BP അഥവാ ബ്ലഡ് പ്രഷർ, ഹൃദ്രോഗങ്ങൾ എന്നിവ വരാൻ സാധ്യത കൂടുതലാണെന്ന് സയൻസ് പറയുന്നു. കരയുന്നത് വഴി ശരീരം റിലാക്സ് ആവുകയും മനസ്സിന് തുമൈനീന ലഭിക്കുകയും ചെയ്യും. ഇതിലൂടെ ഇന്നത്തെ നിങ്ങളുടെ തുമൈനീന ചാലഞ്ച് ഇതാണ്. ഇന്ന് രാത്രി അല്ലെങ്കിൽ അടുത്ത സുബഹിക്ക് മുമ്പ് ആരുമില്ലാതെ ഒരിടത്തിരുന്ന് 2 റക്അത്ത് നമസ്കരിക്കുക. നിങ്ങളുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും അള്ളാഹുവിനോട് പറഞ്ഞ് നിങ്ങളുടെ നിയന്ത്രണം വിട്ട് ഒന്ന് കരയുക. സൃഷ്ടാവിൻ്റെ മുന്നിൽ മാത്രം കരഞ്ഞ് ശീലിക്കുക. അവസാനമായി പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടെ മുന്നിൽ കരഞ്ഞാൽ അവരൊരു പക്ഷേ പരിഹസിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ മുന്നിലുള്ള കരച്ചിൽ അവൻ നിങ്ങളെ ചേർത്ത് പിടിക്കും.
ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ഈ ചാനലിലൂടെ നമ്മൾ ഒന്നിച്ച് ആത്മീയമായ ആ വലിയ ശാന്തതയിലേക്ക് നടക്കുകയാണ്. നാളെ തുമ്മൈനീന സീരീസിൻ്റെ 20ാമത്തെ ദിവസത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.